കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ പേരിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട്. ഒന്ന് കൈപൊക്കി കാണിക്കണം. പൊക്കിക്കോ, അതൊരു സ്ഥാനാർത്ഥി ആവുമ്പോൾ ഒരു ക്രെഡിറ്റാ അല്ലേ? എന്തിനായിരുന്നു ആ കേസുകൾ? കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണെന്നുള്ള അറിയാലോ. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഷിബു. അതെ, ഇപ്രാവശ്യം സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് സിറ്റിയിലെ എല്ലാ സമരങ്ങളിലും കൃത്യമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇനി ആര് പങ്കെടുത്താലും പോലീസുകാർ എൻ്റെ പേര് എഴുതാറുമുണ്ട്. കാരണം ഞങ്ങളെപ്പോലത്തെ കുറച്ച് ആളുകൾ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ആ പേരുകളുള്ള ആളുകൾ പ്രത്യേകിച്ച് നടക്കാവ് സ്റ്റേഷൻ എന്നുള്ള ലിസ്റ്റ് ഇങ്ങനെ എടുത്തപ്പോൾ അവിടുന്ന് കമ്മീഷൻ ഓഫീസിന് താഴ്ന്ന ആ ലിസ്റ്റ് എടുത്ത് തരുമ്പോൾ ഇങ്ങനെ നടക്കാവ് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ സ്കൂട്ടനീൻ്റെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ വായിച്ചിരിക്കുന്ന സമയത്ത് കുറേ നേരം നിന്നു. അപ്പോൾ ഞാനും ഒന്ന് സ്റ്റെക്കായി, ഇതെന്താ സംഭവം. അപ്പോൾ ലിസ്റ്റ് ഇങ്ങനെ മറച്ചു നോക്കിയിരുന്നു കേസിൻ്റെ, ഇതെന്താണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തുള്ളത്. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല, സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ജയിലിൽ കിടക്കുന്നത്. അത് പാഠപുസ്തക സമരമായിട്ട് ബന്ധപ്പെട്ടുമാണ്. 18 വയസ്സ് തികഞ്ഞ് 3ാമത്തെ ദിവസം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ പിന്നെ ഓണാഘോഷത്തിൻ്റെ പരിപാടിയുടെ ഫണ്ടൊക്കെ പിരിച്ച് നമ്മൾ ഓണാഘോഷ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കോടതിയിൽ അർജൻറ്റായിട്ട് വരണം. നേരെ വരുന്നു, റിമാൻഡ് ചെയ്യുന്നു. അന്ന് 18 വയസ്സ് കഴിയുന്ന 3ാമത്തെ ദിവസം ആദ്യമായിട്ട് ജയിലിൽ കിടക്കുന്ന ഓണം പോയി. ഓണാഘോഷ പരിപാടി ഏകദേശം പോയി. അന്ന് ഓണം ജയിലിലായിരുന്നു അന്നത്തെ ആ സമയത്ത്. അതെ 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 അതായിരുന്നു അത് ആദ്യത്തെ ജയിൽ വാസം. അതിനുശേഷം പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ ഭരണത്തിൻ്റെ സമയത്ത് ബ്രൂവറി ഡിസ്റ്റിലറി, പൗരത്വ ഭേദഗതി ബില്ല്, പിന്നെ അത് കഴിഞ്ഞ് വേറെയും ഒരു 2-3 കേസുകൾ ഇതേമാതിരി അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കീമിനെ കരിങ്കൊടി കാണിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ഗവർണർക്കെതിരെയുള്ള സമരത്തിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൽവ കഴിക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ. അല്ല, അത് യുവമോർച്ചയാണല്ലോ ചെയ്തത്. അല്ല സോറി, SFI ആയിരുന്നല്ലോ ചെയ്തത്. ഞാൻ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിട്ട് ബന്ധപ്പെട്ടിട്ടാണ്.